എനിക്കറിയാവുന്ന ഒരു കുടുംബം തെറി പറയുന്നത് ഫാഷനായി കാണുന്ന ഒരു കുടുംബം. ആ കുടുംബാംഗങ്ങൾ ഒന്നോ രണ്ടോ പേരില്ല, എല്ലാവരും തെറി പറയുന്നത് അവർക്ക് എന്തോ ഒരു ഫാഷൻ പോലെയാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം. ഞാൻ വിവാഹിതയാകുന്നിടം വരെ എൻ്റെ വീട്ടിൽ ഒരാൾ പോലും തെറി പറയുന്നത് കേട്ടു, അസഭ്യ ഭാഷ. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ വില കുറഞ്ഞ സംസാരങ്ങൾ അതാരും നടത്താറില്ല. അച്ഛാ, ഞാൻ കല്യാണം കഴിച്ച് ഭർത്തൃഗൃഹത്തിൽ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെ എല്ലാവരും തന്നെ തെറിയ പറയും. ഈ സാധാരണ സംഭാഷണത്തിൽ പോലും അവര് അസഭ്യം അത് ചേർത്താണ് സംസാരിക്കുന്നത്. അതെന്തോ ഒരു ഭാഷൻ പോലെയാണ് അവർ കണ്ടിരിക്കുന്നത്. ഇവർ പറയായിരുന്നു, എനിക്കത് ഒരുപാട് വിഷമമുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, മറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ രീതിയിലുള്ള കുടുംബാംഗങ്ങളുടെ സംഭാഷണം. ഇവിടെ നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പോൾ ചില വൈകൃതങ്ങൾ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റും, വെടിയാൻ പറ്റും. മാത്രമല്ല സുഹൃത ജീവിതത്തിന് അത് സഹായിക്കുകയും. ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത് നുണയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നുണ വികൃതമായ കറയാണ്. പ്രഭാഷകൻ 20, 24, 25 വചനങ്ങളുടെ സന്ദേശം അതാണ്. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അതെപ്പോഴും ഉണ്ടാവും. വിവരമില്ലാത്തവര് നുണ പറയത്തുള്ളൂ. നുണ വികൃതമായ കറയാണ്. തുടർന്ന് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. ഇനി രണ്ടുപേരുടെയും അന്ത്യം നാശം തന്നെയാണ്. ദൈവവചനം ഇത്രയും കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, നുണ വികൃതമായ കറയാണ്. അങ്ങനെയെങ്കിൽ തെറി പറയുന്നതോ അത് അതിനേക്കാൾ വികൃതമായ ഒരു കറയായിട്ട് നാം കാണേണ്ടതല്ലേ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. പ്രഭാഷകൻ 23:13. അസഭ്യ ഭാഷണം, തെറി പറയുന്ന ശീലിക്കരുത്, അത് പാപമാണ്. അസഭ്യ ഭാഷണം ശീലിക്കുന്നത്, അസഭ്യ ഭാഷണം നടത്തുന്നത് പാപമാണ് എന്ന് കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 59, 7-ാമത്തെ വചനം എടുത്താൽ, അസഭ്യം ചൊരിയുന്ന വാക്കുകൾ ഉള്ളവർ തങ്ങളുടെ അധരങ്ങൾ വാളാക്കി മാറ്റുന്നു. അസഭ്യമാണ് നാം സംസാരിക്കുന്നത് എങ്കിൽ, അതിലാണ് നമുക്ക് താല്പര്യമുള്ളത് എങ്കിൽ, നമ്മുടെ അധരങ്ങളെ നമ്മളൊരു വാളാക്കി മാറ്റുന്നു. നമ്മൾ കണ്ട ആ സ്ത്രീയെ ഒരുപാട് ആ കുടുംബാംഗങ്ങളുടെ തെറിപറച്ചിൽ മുറിപ്പെടുത്തിയതുപോലെ നമ്മൾ നമ്മുടെ അധരം ഒരു വാളാക്കി മാറ്റി പലരെയും നമ്മൾ മുറിപ്പെടുത്തുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയെന്ന് വരും. എനിക്കറിയാവുന്ന ഒരു കുടുംബം, വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തെ സന്ദർശിച്ചു. അധികം സമയം ഞാൻ അവിടെ നിന്നില്ല. ഞാൻ അവിടുന്ന് അധികം താമസിയാതെ തന്നെ വിട്ടുപോകേണ്ടി വന്നു. അതിന്റെ കാരണം ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിൽ എല്ലാവരും തന്നെ തെറി കൂട്ടിയ അത് അവര് വഴക്കുണ്ടാക്കിയിട്ടൊന്നുമല്ല, സാധാരണ സംസാരത്തിൽ പോലും ഈ അസഭ്യം. അവസാനം എനിക്ക് മനസ്സിലായി, മക്കൾ പറയുന്നുണ്ട്, അവരുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. അതിനേക്കാൾ അതിന്റെ കേന്ദ്രമായിട്ട് കണ്ടത് വല്യമ്മ. നിസ്സാര ഒരു കാര്യം, കൊച്ചുമകൻ പോയ വഴിക്ക് അവരുടെ മേത്ത്, അവരുടെ ശരീരത്തിൽ അവന്റെ മുട്ടൊന്ന് കൊണ്ട് ചെറുതായിട്ടൊന്ന് വേദനിച്ച് കാണണം, അതിന് അവർ പറഞ്ഞ തെറികൾ. അപ്പൊ ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെയൊരു സംഭാഷണമാണ് അവർ നടത്തുന്നത്. മറ്റുള്ളവർ തെറി പറയുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഒരു ക്രിസ്തീയ കുടുംബത്തിന് യോജിക്കുന്നതാണോ? കാരണം ദൈവവചനം പറയാണ്, അസഭ്യ സംഭാഷണം അത് ശീലിക്കരുത്, പാപകരമാണ് എന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, സംസ്കാരശൂന്യരെ തെറി പറയത്തുള്ളൂ. സംസ്കാരമുള്ളവരെ ഒരിക്കലും അത് പറയത്തില്ല, അതൊരു ഭാഷനാക്കില്ല, ഭാഷനായിട്ട് കാണത്തില്ല. ഞങ്ങളൊരു സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം, ഇത്രയൊക്കെ പിള്ളേരെ പഠിപ്പിച്ചു, ഇവരെന്താ പഠിച്ചത് എന്ന് ഞങ്ങൾ ഓർത്തിട്ടുണ്ട്, ഇവർക്ക് എന്ത് സംസ്കാരമാണുള്ളത് എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നോട്ടീസ് ബോർഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി, ഇത് കഴിയുമ്പോൾ ഇവരാരും കാണാതെ വന്ന് അതിന്റെ മുമ്പിലും വെമ്പിലും എല്ലാം തെറി വാക്കുകളുണ്ട്, തെറി ചേർത്ത് അത് വായിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സംസ്കാരമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 8, 4-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രഭാഷകൻ 8:4, സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്. അതിന് സംസാരത്തിലാണേലും സംസ്കാരമില്ലാത്തവരെ പോലെയാണ് സംസാരിക്കുന്നത് എങ്കിൽ അവരോട് അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. 21-ാം അധ്യായം പ്രഭാഷകൻ 21:23-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സംസ്കാരശൂന്യനാണ് വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്ക്. സംസ്കാരമുള്ളവനാണെങ്കിൽ അവൻ പുറത്ത് കാത്തു നിൽക്കത്തേ ഉള്ളൂ. ചിലരുടെ സ്വഭാവമാണ് ഒളിഞ്ഞു നോട്ടം. അത് സംസ്കാരമില്ലാത്തതിന്റെ ഒരു സൂചനയായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കാം. ഇത് പറഞ്ഞ പോലെ തന്നെ സംസ്കാരമില്ലാത്തവർ തെറി പറഞ്ഞേക്കാം, ആ രീതിയിലുള്ള സംഭാഷണം നടത്തിയേക്കാം. നാം എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 12:21, നന്മ കൊണ്ടേ തിന്മയെ കീഴടക്കാൻ പറ്റും. 1 പത്രോസ് 3-ാം അധ്യായം ആദ്യ വചനങ്ങള്, ഭാര്യയെ ഭർത്താവ് വചന വഴിയെ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ നിന്റെ സംസാരം കൊണ്ടല്ല
നല്ല പെരുമാറ്റം കൊണ്ട് അവനെ നേടിയെടുക്കാൻ നിനക്ക് സാധിക്കും. ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എന്റെ ഭർത്താവ് മദ്യപിച്ചു വന്നാൽ പിന്നെ പുള്ളി തെറി പറച്ചില്ല. ഞാൻ വെറുതെ വരാതെ നിൽക്കായിരുന്നു. കുടിച്ചിട്ട് വന്ന എന്റെ ഭർത്താവ് എന്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ എന്റെ മുഖത്ത് നോക്കി ഒരു തെറി. ഞാൻ ഏതായാലും പ്രതികരിച്ചൊന്നു. പുള്ളി പോയി വെള്ളം കുടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും എന്റെ മുഖത്ത് നോക്കി ഒരു തെറി. എന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല. അദ്ദേഹം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു പ്രശ്നം തീർന്നു. പക്ഷെ പുള്ളിക്കൊരു സംശയം. 2 തെറി പറഞ്ഞിട്ട് അവൾക്ക് ഒരു പ്രതികരണം ഇല്ലല്ലോ. ആ പുള്ളി തിരിച്ചു വന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി ഒരു തെറിയും കൂടെ പറഞ്ഞു. പുള്ളിക്കാരി പറയാം, അപ്പം എൻ്റെ സകല കൺട്രോളും പോയി, 10-13 തെറി ഞാൻ അങ്ങോട്ട് പോകും. ഇതല്ല നമ്മൾ ഒരു പ്രതികരണമായിട്ട് എടുക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവര് സംസ്കാരമില്ലാത്തവരെ പോലെ സംസാരിച്ചാലും നമ്മുടെ സംസ്കാരം നമ്മൾ വെടിയരുത് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അസഭ്യം പറഞ്ഞാണെങ്കിലും, നുണ പറഞ്ഞതാണെങ്കിലും, മറ്റുള്ളവരെ വിധിച്ച് സംസാരിച്ചതാണെങ്കിലും, ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിലും അതിനെല്ലാം നമ്മൾ വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12:36 നമ്മൾ കാണുന്ന കാര്യം അതാണ്. മാത്രമല്ല, നമ്മൾ വിലകെട്ടതൊന്നും പറയാതെ നന്നായിട്ട് സംസാരിക്കുന്നെങ്കിൽ നമ്മുടെ ഐശ്വര്യം വളരെ വലുതായിരിക്കും. നിന്റെ നാവ് എന്റെ നാവ് പോലെയാവും. ജെറമ്യായുടെ പുസ്തകം 15:19 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് ഈ ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മളിന്ന് വെക്കുന്നത്, നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്തു നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.